ജോയിയുടെ ബർത്ത്ഡേ എന്നല്ലേ പറഞ്ഞേ. അപ്പൊ അവർ പായസം ഓർഡർ ചെയ്യാനാണ് നിൽക്കുന്നത്. അവർ ആ പായസം നല്ല രീതിയിൽ കുടിക്കണ്ട. നമുക്ക് എന്തെങ്കിലും ട്രിപ്പ് ഒപ്പിച്ചാലോ? അത് ശരിയാ, അവർ നല്ല രീതിയിൽ നല്ല പായസം വെട്ടി കഴിഞ്ഞാൽ പ്ലാനില്ല. അത് നമുക്ക് കൊളാക്കി കൈ കൊടുക്കാം. അതിന് പായസം അവരുടെ കയ്യിലല്ലേ. മാത്രമല്ല അവരുടെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടാവും. അത് അവർ വീട്ടിൽ കൊണ്ടുപോയിക്കോട്ടെ. നമുക്ക് അവരുടെ വീട്ടിൽ പോയിട്ട് പണി ഒപ്പിക്കാം. അതെങ്ങനെ? അവരുടെ വീട്ടിൽ എപ്പോഴും അടുക്കളയിൽ സെർവന്റ് ഉണ്ടാകും. സെർവന്റ് കാണാതെ എങ്ങനെ ഒപ്പിക്കാനാ? അതൊക്കെ ഒപ്പിക്കാൻ ചേച്ചി. നമുക്ക് അവൾക്ക് നല്ലൊരു പണി പണിതല്ലേ. അവൾക്ക് തിരിച്ചു പണിതിട്ടില്ലെങ്കിൽ ഒരു രസമല്ല. ആരും കാണാതെ ഇങ്ങനെ പണി ഒപ്പിക്കാനാ? അതൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാൻ ചേച്ചി. ചേച്ചി വാ. അതെ ദേവുട്ടി, ഇപ്പൊ നല്ല അവസരം. ഇതിന് പിന്നേക്ക് വെച്ചാൽ അത് ശരിയാത്തില്ല. അപ്പൊ ചെയ്യേണ്ടത് അപ്പൊ തന്നെ ചെയ്യണം. ഏതായാലും രണ്ടും നല്ല രീതിയിൽ വയറ് നിറച്ച് പായസം കുടിക്കാൻ ഒരുക്കത്തിലായിരിക്കും. നമുക്ക് അവരുടെ കണ്ണിലൊന്നും കാണാതെ കാര്യം പോയി ഒപ്പിച്ചിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. പക്ഷേ അവളുടെ മമ്മി കണ്ടാ എന്ത് ചെയ്യും? മമ്മി ഒന്നും കാണാതെ മെല്ലെ പോയി വരാനേ. മാത്രമല്ല അവളുടെ മമ്മി അടുക്കളയ്ക്കൊന്നും അങ്ങനെ വരാറില്ല. ആ സെർവന്റ് ചേച്ചി മാത്രമേ അടുക്കളയിൽ ഉണ്ടാവുള്ളൂ. ഞാൻ എപ്പോഴും കാണാറുള്ളതല്ലേ. അതേ ദേവുട്ടി, ആ സെർവന്റ് ചേച്ചിയുടെ കണ്ണിൽ എങ്ങനെയെങ്കിലും പൊടിയിട്ട് നമുക്ക് കാര്യം ഒപ്പിച്ചിട്ട് ഇങ്ങോട്ട് പോരാം. അവൾ അങ്ങനെ വെറുതെ വിട്ട് ശരിയാവത്തില്ല. നിങ്ങൾ രണ്ടുപേരും വേദിപ്പിച്ചതിന് അവർ തിരിച്ച് മറുപടി കൊടുത്തേ പറ്റൂ. അതേ ചേച്ചി, കുഞ്ഞാമിന് പറയുന്നത് ശരി. നമുക്ക് പോവാം ചേച്ചി, ഇപ്പോൾ തന്നെ പോകാം. ഓക്കെ.